ഇവിടുത്തെ അംഗമായിട്ട് കൂടി ഒരു കാർ വർക്ക്ഷോപ്പിൽ ഒരു ജോലിക്കാരനാവുക. അതാര് പറഞ്ഞു? അത് എനിക്കറിയാം. TVS അങ്ങനെ ചിന്തിച്ച എന്തുകൊണ്ടാ? എല്ലാവർക്കും അങ്ങ് ഇഷ്ടമായി. അതെ, എന്തോ എന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. കൊട്ടാരത്തിനകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ബാക്കിലോട്ട് പോകാൻ വേണ്ടിയിട്ടും ചരിത്രം ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളെ പ്രേരിപ്പിക്കും. ചിത്രതിരുനാളിൻ്റെ കൂടെ നടക്കുന്ന സമയത്ത് എല്ലായിടത്തും പോകുമ്പോൾ ഇതെന്താ അതെന്താന്ന് ചോദിച്ചിട്ടില്ല. ഞങ്ങൾ ക്ലോസ് ആയിരുന്നു. അദ്ദേഹം എന്നും ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് കഥയൊക്കെ പറഞ്ഞു തരും. ചിലപ്പോൾ രാമായണം. ഇപ്പം എത്ര രാജ്യങ്ങളായിട്ടുണ്ടാവും? പോവാത്തത് വേണമെങ്കിൽ പറഞ്ഞുതരാം. അതാണ് എളുപ്പം. നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക ഒന്നും പോയിട്ടില്ല. ചൈന വരെ പോയിട്ടുണ്ട്. എൻ്റെ കയ്യിലുണ്ട് വില കൂടിയ ഒരു കാറ്. ഞാൻ ഡ്രൈവിംഗ് പഠിച്ച കാറ്, വോക്സ്വാഗൺ ബീറ്റിൽ. എൻ്റെ കണക്കിന് ഏറ്റവും വില കൂടിയ കാർ അതാണ്. ഞാൻ ഉപയോഗിക്കുന്ന ഒരു പജേറോ ഉണ്ട്, പിന്നെ ഒരു EV വാങ്ങിച്ചു, സെലേറിയോ, പിന്നെ സ്വർണ്ണ തേങ്ങയുണ്ട്. ഒരു ന്യൂസിൽ പറഞ്ഞ 5 കിലോ വലിപ്പമുള്ള സ്വർണ്ണ തേങ്ങയുണ്ട്. ചെറിയ സാധാരണ തേങ്ങ തന്നെ. അത് നമ്മൾ പിടിക്കുകയാണെങ്കിൽ ഫ്ലിംസിയാണ്, പ്യുവർ ഗോൾഡ് ആയതുകൊണ്ട് ബലമില്ല. പിടിക്കുമ്പോൾ ശകലം ബലം കുറവാണ്. ഫുൾ ഗോൾഡാണ്. അറിയാതെ തന്നെ ഒരു കല്ല് പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നാളെ വലിയ വാർത്തയാണ്. കല്ല് കാണാനില്ല, ഇത്രയും സെക്യൂരിറ്റി ഉള്ള അടുത്തൊരു കല്ല്. അതിൻ്റെ അത് തന്നെ കാണുന്ന സാധനമാണ്. നോക്കിയെടുക്കണം. ഫ്രീഡം കുറച്ച് കൂടുതലാണ് സ്പീച്ചിന്. അത്രയൊന്നും വേണ്ട. ആരും വേദനിപ്പിക്കാത്ത സ്പീച്ച് ആണെങ്കിൽ കുഴപ്പമില്ല. സോഷ്യൽ മീഡിയ കണ്ടില്ലേ അതൊക്കെ ആൾക്കാരെ പറ്റി പറയുന്നത്? എന്നെ പറ്റിയുണ്ട്. തീർച്ചയായിട്ടും. തിരുവിതാംകൂർ രാജകുടുംബാംഗം ശ്രീ ആദിത്യവർമ്മയാണ് നമുക്കൊപ്പോൾ. നമസ്കാരം സാർ. നമസ്കാരം. സാർ ഇപ്പോൾ കാറിലൊക്കെ ക്രൈസ് ഉള്ളൊരു മനുഷ്യനാണ്. പക്ഷേ വില കൂടിയ കാറൊന്നും വാങ്ങിയിട്ട് ഇവിടെ നിരത്തിയിട്ടിട്ടില്ല. അപ്പോൾ സാധാരണ കാറുകളൊക്കെയാണ് സാർ ഉപയോഗിക്കുന്നത്. കവടിയാർ പാലസിലാണ് ഇപ്പോഴും താമസിക്കുന്നത്. എന്നിട്ടും എന്താണ് അത്തരത്തിലുള്ള ഒരു ക്രൈസ് ഒക്കെ ഫോളോ ചെയ്യാത്തത്? ഞാൻ ജനിച്ചത് ഇവിടെ തന്നെ. ആശുപത്രിയിലല്ല. അല്ല, എൻ്റെ കയ്യിലുണ്ട് വില കൂടിയ ഒരു കാറ്. ഞാൻ ഡ്രൈവിംഗ് പഠിച്ച കാറ്, വോക്സ്വാഗൺ ബീറ്റിൽ. അതാണ് എൻ്റെ ഏറ്റവും വിലയുള്ള. എൻ്റെ കണക്കിന് ഏറ്റവും വില കൂടിയ കാർ അതാണ്. പഴയ ടൈപ്പ് ബാക്ക് എഞ്ചിൻ, എയർ കൂൾഡ് എഞ്ചിൻ. പിന്നെ വില കൂടിയ കാറെന്ന് പറയാൻ ഇപ്പോൾ ഞാൻ അങ്ങനെ വലിയ അങ്ങനെ ആഡംബര വണ്ടികൾ അധികം വെച്ചാൽ നമുക്ക് ഇവിടെ വാങ്ങിച്ചാലും നമുക്കിവിടെ ഓടിക്കാനുള്ള ഒരു ആഡംബര വണ്ടികൾ സാറിന് സ്പോർട്സ് ട്രാക്കിലും ദുബായ് അബുദാബി കാണാം 200-300 കിലോമീറ്ററിലൊക്കെ പോകാൻ പറ്റുന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ വലിയ വലിയ വില കൂടിയ വണ്ടികളൊന്നുമില്ല. എനിക്ക് ഞാൻ ഉപയോഗിക്കുന്ന ഒരു പജേറോ ഉണ്ട്, അത് കുറച്ച് വിലയുള്ളതാണ്. അത് എനിക്കൊന്നൊരു 7 വർഷം മുമ്പ് വാങ്ങിച്ചാൽ. പിന്നെ ഒരു EV വാങ്ങിച്ചു, പിന്നെ ഒരു സെലേറിയോ പെട്രോൾ. അപ്പോൾ ഡീസൽ, പെട്രോൾ, ഇലക്ട്രിക്, ഇത് മൂന്നുമായി. എല്ലാത്തിനും. അതേപോലെ ഇവിടെ സൈക്കിൾ ഓടിക്കാൻ ഉള്ള സംവിധാനമുണ്ട്. സൈക്കിൾ ഓടിക്കാറുണ്ട്. ഞാൻ ഒരു സൈക്കിൾ വാങ്ങിച്ചിട്ടുണ്ട്, അതും ഇലക്ട്രിക് സൈക്കിളാണ്. അതെ, അതും അത്യാവശ്യം ചവിട്ടും. ഈ ഭാഷ വളരെ ലളിതമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്നൊരു ഭാഷയാണ്. ഇപ്പോൾ രാജകുടുംബാംഗം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള ലാംഗ്വേജസ് പ്രതീക്ഷിക്കും. പിന്നെ അതിൽ സംസാരിക്കുന്ന മോഡുലേഷൻ തന്നെ കുറച്ചുകൂടെ ഗൗരവ സ്വഭാവം. എന്താണ് നാം ആജ്ഞാപിക്കുന്നു അങ്ങനെയൊക്കെയാണോ? സാറ് സംസാരിക്കുന്ന വളരെ ലളിതമായിട്ടുള്ളൊരു ഭാഷയാണ്. നമ്മളിപ്പോഴത്തെ ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടെമ്പോ ആണെന്നാണ് വിചാരിക്കുന്നത്. പൊതുവേ നമ്മൾ ആൾക്കാരുടെ അടുത്ത് അധികം മുസ്ലിം സംസാരിക്കാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇങ്ങോട്ടാരെങ്കിലും വല്ലതും പറയുകയാണെങ്കിൽ ചിലപ്പോൾ തിരിച്ചു പറയും. പക്ഷെ പുറമേ കാണിച്ചാലും ഉള്ളിൽ നമ്മൾ തമാശയായിട്ടേ കാണുന്നത്. ഒരുപാട് പേര് ഫാൻസ് ഉണ്ട്. സാർ ഈ കവടിയാർ പാലസിനെ കുറിച്ച് സംസാരിച്ച് തുടങ്ങിയത് മുതൽ അങ്ങനെയാണ് ഞങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്നത് ഇതെങ്ങനെയാണെന്നുള്ളത്. ഞങ്ങളതുവരെ കണ്ടിട്ടില്ലല്ലോ, എന്നെ തന്നെ. അതെ. അപ്പോൾ അതിനുശേഷം ഒത്തിരി പേര് വന്ന് സംസാരിക്കും. അപ്പോൾ ഈ ഇൻട്രാക്ട് ചെയ്യാന്നൊക്കെ പറയുന്നത് നമുക്ക് സമയം ഒക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. പക്ഷെ എപ്പോഴും ക്ഷമയോടുകൂടി ഫോട്ടോ എടുക്കാൻ ചോദിക്കുമ്പോഴൊക്കെ ക്ഷമയോടുകൂടി അത് ചെയ്യാറുണ്ട്. അത് അങ്ങനെ തന്നെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലായിട്ടില്ല. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ഒത്തിരി പേര് ഇത് ഫോട്ടോ എടുക്കാൻ വരും. പക്ഷേ അവർക്ക് കൂടുന്നൊരു ഫോട്ടോ മാത്രമേ അവർ ആശിക്കുന്നുള്ളൂ. നമ്മൾ സമയമില്ല എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ അവർ ഇത്രയും ദൂരം നമ്മളോടുള്ള സ്നേഹം കൊണ്ട് വരുന്നവരല്ലേ ഫോട്ടോ എടുക്കാൻ വേണ്ടി. അല്ലാതെ നമ്മളെ മോശം പറയാനൊന്നും അല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരിക്കലും അങ്ങനെയല്ല. നല്ല മനസ്സോടെ വരുന്ന ആൾക്കാണ്. ഇപ്പോൾ കൊച്ചു കുട്ടികളെയൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഫോട്ടോ എടുത്തില്ലെങ്കിൽ അവർക്ക് ഭയങ്കര ഒരു വിഷമമായിപ്പോലും. അവൻ്റെ കഴിയുന്നത് ആൾക്കാരുടെ കൂടെ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കാറുണ്ട്. നമുക്കൊരു സന്തോഷമല്ലേ നമ്മളെ സ്നേഹിക്കുന്ന ഇത്രയും പേരുണ്ടെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനത്തെ ആൾക്കാരുടെ ഗുഡ് വിഷും വെൽ വിഷും കൊണ്ടാണ് നമ്മളിപ്പോൾ ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം തോന്നുന്നത്.
അതല്ല എപ്പോഴും ചിരിച്ചുകൊണ്ട് തന്നെ എല്ലാവരോടും അങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ കൊട്ടാരത്തിലേക്ക് വരുന്ന രണ്ടാമത്തെ പ്രാവശ്യമാണ്. പക്ഷേ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോഴും എനിക്ക് ബുദ്ധിമുട്ടില്ലാതെ എനിക്ക് സ്വാഗതം തന്ന ഒരാളെന്നുള്ള രീതിയിൽ അപ്പം ഞാൻ മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കുമെന്ന് ഞാനും ആലോചിക്കുന്നുണ്ട്. എൻ്റെ ഒരു ചാൻസാണ് ഞാൻ ചോദിക്കുന്നത്, പക്ഷേ സാർ അത് നിഷേധിക്കുന്നില്ല. ഇടയ്ക്ക് ഒരുപാട് യാത്രയുണ്ട്, അതെ. അതുകൊണ്ടാണ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നേരത്തെ ആക്കാൻ പറ്റാത്തത്. ഒരു മാസം മുമ്പേ ഒരു മാസം ഞാൻ ഇറ്റലിയിൽ പോയിരുന്നു. ആ ഇറ്റലി ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇറ്റലി വത്തിക്കാനിലൊക്കെ പോയി. അപ്പോഴാണ് നമ്മുടെ ഇപ്പോഴത്തെ പോപ്പിനെ തിരഞ്ഞെടുക്കുന്ന സമയമായിരുന്നു. 2 സ്മോക്കും ഞാൻ ഉള്ളപ്പോഴാണ് വന്നത്. ബ്ലാക്കും വൈറ്റും കാണാൻ പറ്റി. വൈറ്റ് കണ്ടില്ല, പക്ഷെ ആ സമയത്തോടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ വന്ന് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് ഒരു 16-ാം തീയതിയൊക്കെ എത്തിയുള്ളൂ. പിന്നെ കുറച്ച് അമ്പലത്തിൻ്റെ കുംഭാഭിഷേകത്തിൻ്റെ തിരക്കിലായി പോയി. 270 വർഷം കഴിഞ്ഞ് നടത്തുക എന്നാണ് പറഞ്ഞത്. അതിലൊരു ഭാഗ്യം കിട്ടിയത്, കുംഭാഭിഷേകം 3 ഈ താഴെക്കുടം വെക്കും. ആദ്യത്തെ താഴെക്കുടത്തിൻ്റെ ബേസ് വെച്ച ഞാൻ. പിന്നെ ആദ്യമായിട്ട് 3 പറ അരി നെല്ല് ഇട്ടതും എനിക്കിടാൻ പറ്റിയെന്നൊരു ഭാഗ്യം കിട്ടി. അടിപൊളി. അതേപോലെ തന്നെ ഈ യാത്രകൾ പോകുമ്പോൾ സൗത്ത് പോളിൽ എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്തിയില്ല. എത്തണം എപ്പോഴെങ്കിലും. ഈ കാർ ക്രൈസിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. നന്നായിട്ട് കാർ ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ്, അതിനകത്തൊരു ക്രൈസും ഉണ്ട്. സത്യത്തിൽ ഡ്രൈവിങ്ങിൽ ഒരു ക്രൈസ് ഉണ്ട്. അപ്പം ഇവിടെ ഒന്നും നമ്മളത് എന്തായാലും ഇവിടുത്തെ നിയമങ്ങൾക്കനുസരിച്ച് നമ്മൾ പോവുള്ളൂ. സാറ് വണ്ടി ഓടിച്ചാൽ അങ്ങനെ ഓടിക്കോളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അപ്പോൾ എവിടെ പോയിട്ടാണ് ഈ ഒരു ഇതൊക്കെ തീർക്കുന്നത്? സ്പീഡ് എന്ന് പറയുന്നത് നമ്മൾ തമിഴ്നാട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കൊന്ന് ക്യാമറാസ് ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ അവിടെയൊക്കെ കുറച്ചുകൂടെ ഫ്രീ വേസ് ആണ്, കുറച്ച് സ്പീഡിൽ പോകാൻ പറ്റും. പിന്നെ ഈ ഓഫ് റോഡ് പോകും, ഈ എങ്ങനെ ഗവി, അതുപോലത്തെ പിന്നെ കുമിളി, പിന്നെ കുറച്ച് ഓഫ് റോഡ്, കുറച്ച് ഈ കൂന്തംകുളം എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളുണ്ട്. തമിഴ്നാട് തന്നെ ഈ സാധാരണ വണ്ടി പോകാത്ത കുറച്ച് സ്ഥലങ്ങൾ, ഈ ചെളിയും അങ്ങനത്തെ സ്ഥലങ്ങളിൽ കുറച്ചൊക്കെ ഓടിച്ച് ഒന്ന് എൻജോയ് ചെയ്തിട്ട് വരും. അല്ല എങ്കിലും ഹൈ കിട്ടുന്നത് ഓഫ് റോഡാണോ ശരിക്കും സ്പീഡാണോ? രണ്ടും 2 വെറൈറ്റിയാണ്. ഇപ്പോൾ നമീബിയ കംപ്ലീറ്റ് ഓഫ് റോഡാണ്. എന്നുവെച്ചാൽ ടാർ റോഡും ഉണ്ട്, മണ്ണ് റോഡും ഉണ്ട്. അവിടെ സ്പീഡ് ലിമിറ്റും ഇല്ല. മണ്ണ് റോഡ് കൂടെ അവർ 110 മൈൽസ് വരെ പോകുന്നതാണ് പറഞ്ഞത്, ലാൻഡ് ക്രൂസേഴ്സ്. അപ്പോൾ യു ഗെറ്റ് ദ ഫീൽ ഓഫ് റോഡ് ആസ് വെൽ ആസ് സ്പീഡിൽ പോകുന്നുള്ളത് കിട്ടും. പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒരു ടാർ റോഡ്, പിന്നെ മണ്ണ് ഓഫ് റോഡ് കൂടെ നമുക്ക് സ്പീഡിൽ പോകില്ല. നമ്മുടെ സ്കിൽസ് വെച്ചേ പോകാൻ ആശിക്കുന്നൊരു സ്ഥലമുണ്ട് വണ്ടി ഓടിച്ച്. മറ്റേ ഉത്തരാഖണ്ഡൊക്കെ, കേദാർനാഥ്, ബദ്രിനാഥൊക്കെ, ആദി കൈലാസ് റൂട്ടൊക്കെ ഭയങ്കര ഹൈ റിസ്കിയാണ്. അതുവഴി ഒരിക്കൽ ഓടിക്കണം എന്നൊരു ആശയമുണ്ട്. ഞാനിപ്പോൾ 6 മാസം മുക്തിനാഥ് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടിട്ടുണ്ടോ? അവിടെ നിന്ന് പോയിട്ട് വന്നു. അത് നേപ്പാളിലാണ്. കംപ്ലീറ്റ് ഓഫ് റോഡാണ്. നമുക്ക് ഇങ്ങനെ കാണാം, ഇങ്ങനെ പാറയൊക്കെ ഉരുണ്ട് വീഴുന്നതൊക്കെ, അരുവികൾ. 14,000+ ഫീറ്റ് ഉണ്ട്. ഡ്രൈവ് ചെയ്തോ എപ്പോഴെങ്കിലും? ഇല്ല, അതൊരു സ്കോർപ്പിയോ അവിടുന്ന് വാടക എടുത്താൽ നമുക്ക് പരിചയം. ഒന്നാമത് വേറെ രാജ്യം നേപ്പാളാണ്. അത് കുഴപ്പമില്ല, ഓടിക്കാമായിരുന്നു. ഇപ്പം അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഓടിച്ചോ. നല്ല ഫോട്ടോഗ്രാഫിയിൽ ക്രൈസ് ഉണ്ട്. എവിടെ നിൽക്കുന്നു അതിൻ്റെ ഫോട്ടോസൊക്കെ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അതെ, മുക്തിനാഥിനെ പറ്റി ഒരു ബുക്ക് ഇപ്പോൾ താമസിക്കാൻ ഇറക്കുന്നുണ്ട്. ഫോട്ടോഗ്രാഫിയും ട്രാവലും എല്ലാം കൂടി ചെറിയ ബുക്ക്, മലയാളത്തിൽ. കുറച്ച് വിവരണങ്ങൾ മാത്രം. എങ്ങനെ പോവാം. മുക്തിനാഥിൻ്റെ വേറൊരു പ്രത്യേകത, നമ്മുടെ കാളി കണ്ടകി നദി അവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞ്. അവിടെ നിന്നാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സാളിഗ്രാമം കൊണ്ടുവന്നത്. ഏകദേശം 300 വർഷം മുമ്പേ മറ്റോ ആനപ്പുറത്ത് അവിടുന്ന് ഇതുവരെ കൊണ്ടുവന്നു. 24,000. അപ്പൊ അവിടെ പോയി നിൽക്കുമ്പോൾ എന്തായാലും ഈ ഓർമ്മകളൊക്കെ കണക്ഷൻസ് സംസാരിക്കുകയും ചെയ്യുമല്ലേ? സംസാരിക്കാൻ ചെയ്യാം. പക്ഷേ ഞാൻ അന്ന് ഈ GPS ഇതൊന്നും ഇല്ലാതെ എങ്ങനെ സാധിച്ചു? ആനപ്പുറത്താണ് കൊണ്ടുവന്നത് കേട്ടിട്ട്. എന്തുമാത്രം റിസ്ക് എടുത്തിട്ടുണ്ടാവും. അതെ, 6-7 മാസം കൊണ്ടാണ് ഇവിടെ എത്തിയത്. അതെ, നമുക്ക് ചിന്തിക്കാൻ വയ്യ എങ്ങനെ എത്തിയത്. ഇപ്പോഴും കൊട്ടാരത്തിനകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ബാക്കിലോട്ട് പോകാൻ വേണ്ടിയിട്ടും ചരിത്രം ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളെ പ്രേരിപ്പിക്കും. ചിത്ര തിരുനാളിൻ്റെ ഫോട്ടോ കാണുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുന്നതാണ് 1936 നവംബർ 12 ക്ഷേത്രപ്രവേശനം, ടെമ്പിൾ പ്രൊക്ലമേഷൻ എന്ന് പറയുന്നത് ചരിത്രത്തിൽ അത്രയും പ്രാധാന്യമുള്ളതുകൊണ്ടാണ് നമ്മളിപ്പോഴും ആവർത്തിക്കുന്നതും ഇപ്പോഴും പലയിടങ്ങളിലും നമ്മൾ സംസാരിക്കേണ്ട ഒരു അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ഒരു രാജകുടുംബാംഗം ഇതിനെ നോക്കിക്കാണുന്നത് നമ്മുടെ ഒരു പെർസ്പെക്റ്റീവിലല്ല. പക്ഷേ അതിൻ്റെ ചരിത്ര പ്രാധാന്യത്തെ സാറും തിരിച്ചറിയുകയും ചിലപ്പോൾ ചിലയിടങ്ങളിലൊക്കെ സംസാരിക്കുകയും വന്നിട്ടുണ്ടാവാം. ഞാൻ മനസ്സിലാക്കിയത് അവിടെ അമ്പലത്തിൻ്റെ വെളിയിൽ ഒരു ബോർഡ് എഴുതി വെച്ചിരുന്നു. ഇപ്പോഴതെനിക്ക് ഇടയ്ക്ക് കേസൊക്കെ വന്നപ്പോൾ അതങ്ങ് മാറ്റി, ഇപ്പോൾ അത് കാണുന്നില്ല. ഹിന്ദു മതവിശ്വാസികൾക്ക് പ്രവേശനം എന്ന.
ബിലീവേഴ്സ് ഓഫ് ഹിന്ദുവിസം ആർ പെർമിറ്റഡ്. ഹിന്ദുവിസം എന്നല്ല എഴുതിയിരുന്നത് അന്ന് എഴുതിയിരുന്നത്. ഇപ്പോഴാ ബോർഡൊക്കെ മാറ്റി. ഇപ്പോൾ അന്ന് പക്ഷേ എനിക്കൊന്ന് വിശ്വാസമുള്ളവർക്കെല്ലാം കയറാമെന്നോ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നിരിക്കണം. കുറച്ചുകൂടെ വൈഡായിരുന്നു. ഇപ്പൊ കുറച്ചുകൂടെ റിജിഡായി പോയി. ഇപ്പൊ പിന്നെ നമുക്ക് ആൾക്കാർ എന്ത് ഉദ്ദേശത്തിലാണ് വരുന്നതെന്ന് അറിയാക്കൂല. മ്യൂസിയം പോലെ കാണാൻ വരികയാണോ, അത് എന്തെങ്കിലും ആൾക്കാർ ഫ്രീ എൻട്രി വെക്കുക വെച്ചാൽ എല്ലാവർക്കും കയറാമെന്നുള്ള ഇത് വെക്കുകയാണെങ്കിൽ ആരെങ്കിലും കൃത്രിമം കാണിക്കും. പക്ഷേ ഇപ്പം അങ്ങനെ ചെയ്യാക്കൂല. സെക്യൂരിറ്റി വളരെ DFMD ഇതൊക്കെ ഉണ്ട്. അങ്ങനെ പഴയ പോലെ ഒരു ഫ്രീ മൂവ്മെന്റ് അമ്പലത്തിൽ ഇപ്പോൾ പറ്റൂല. ഈ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റിലൂടെ മെമ്പർ അല്ലേ? അതിന്റെ ഏത് പൊസിഷൻ? മെമ്പർ, അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ. കമ്മിറ്റിയിലുണ്ട്. ബി നിലവറൊക്കെ ഇതിന് ശേഷം ഭയങ്കരമായിട്ട് തള്ളൽ കൂടിയിട്ടുണ്ട്. അവരെല്ലാവരും സ്വർണം കാണാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. മുക്കാലും ആൾക്കാർ സ്വർണം കാണാൻ, അതായത് വലിയൊരു നിധിയുണ്ട് അത് കാണാനുള്ള രീതിയിലാണ് വരുന്നത്. പക്ഷേ അവർക്ക് പലപ്പോഴും നിരാശപ്പെടും. പ്രത്യേകിച്ച് വിദേശീയരൊക്കെ അവർക്കറിയില്ല. സ്വദേശികൾക്കൊക്കെ അറിയാം ഇതിനെ പറ്റിയിട്ടൊരു ധാരണയുണ്ട്. അവർ പത്മനാഭനെ കൂടെ ആണ് കാണാൻ വരുന്നത്. കൗതുകം ഉണ്ടെങ്കിലും അവരുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് പത്മനാഭനാണ്. പക്ഷേ വിദേശികളൊക്കെ വരുമ്പോൾ അവർ നിരാശപ്പെടുന്നുണ്ട്. അപ്പം നമുക്ക് അതിൽ എന്തെങ്കിലും ക്രമീകരണം വരുത്താൻ വേണ്ടിയിട്ട് ട്രസ്റ്റ് ആലോചിക്കുന്നുണ്ട്. നമ്മളൊരു 3D മ്യൂസിയം കെട്ടാനുള്ളൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ അത് അതിൻ്റെ സംസാരം നടക്കുന്നുള്ളൂ. അതാണെങ്കിൽ ഇതിൻ്റെ ഓബ്ജക്ട്സ് വെച്ചിട്ട് 3D മ്യൂസിയത്തിൻ്റെ കോൺസെപ്റ്റ് അറിയാമല്ലോ. ഒരു വലിയ ഒരു ഗ്ലാസ് ഇതായിരിക്കും, ശരിക്കുള്ള ഓർണമെൻ്റ് ഇരിക്കുന്ന പോലെ വി ഗെറ്റ് 3D ഡയമെൻഷൻ കിട്ടും. പക്ഷേ ഓബ്ജക്റ്റ് കാണില്ല. ഓബ്ജക്റ്റിൻ്റെ ഫോട്ടോസ് വെച്ചിട്ട് 3D ആയിട്ട് ക്രിയേറ്റ് ചെയ്ത്. അതാകുമ്പോൾ കുറച്ച് ആൾക്കാർക്ക് ഇതിൻ്റെ അകത്ത് എന്താ ഈ കാണാത്തവരെ പറഞ്ഞ് നടക്കുന്നത് ശരിയാണോ നേരിൽ കാണുമ്പോൾ മനസ്സിലാവും. അതെ, ഒരുപാട് വിവരണങ്ങളുണ്ടല്ലോ. അതെ, പാമ്പ് മമ്മി ഉണ്ടെന്നൊക്കെയാ പറയുന്നത്. അതെ. രസമുള്ളൊരു വിവരണം എന്ന് പറയുന്നത് ജയകുമാർ സാർ പറഞ്ഞ ഈ ശരപ്പള്ളി മാലയെ കുറിച്ചുള്ള, ശരപ്പള്ളി മാല നമ്മൾ പാട്ടിൽ മാത്രം ഞാനൊക്കെ കേട്ടിട്ടേ ഉള്ളൂ, അങ്ങനെ റിസർച്ച് ചെയ്തൊന്നും പോയിട്ടില്ല. പക്ഷെ ആ വിവരണം കേട്ടപ്പോൾ എനിക്ക് കൗതുകമായി. അതെ, എത്ര മീറ്റർ ഉണ്ടാവും? ഇപ്പോൾ 9 അടിയാണല്ലേ? അത് 9 അടി എന്നാ പറഞ്ഞത്. അതെ, ചിലർക്ക് ഈ പറയുന്ന 18 എന്ന് പറയുന്നത്, 18 എന്ന് പറയുമ്പോൾ അതിൻ്റെ നടുക്ക് ഒരു രക്ഷ പോലെയുണ്ട്. അപ്പോൾ അത് നമ്മൾ ഊരുമ്പോഴത്തേക്ക് 9 അടി ഇങ്ങനെ, അപ്പോൾ അത് നിവർത്തുമ്പോൾ 18 ആയി. ആ മാലകൾ കയ്യിലെടുത്തോ? അപ്പം കയ്യിലെടുക്കാൻ അത് അത്ഭുതമായിട്ട് തോന്നിയോ? അത് ശരിക്കും ആ ഡിസൈൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ശരിക്കും 3 സ്റ്റാൻഡ് 6 സ്റ്റാൻഡ് പല രീതിയിലുള്ള മാലകളുണ്ട്. കൊച്ചുമുണ്ട്, കൊച്ചുമാലകളുണ്ട്. ശരപ്പുളി എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ഭഗവാന് കഴുത്ത് വരെ ചാർത്തുമ്പോഴത്തേക്ക് ഇതുവരെ വരും. ഈ അതിനകത്ത് കയറിയ കൗതുകം നമ്മൾ വീണ്ടും ചോദിക്കുന്നതിന് കാരണം നമുക്ക് അങ്ങനെ അധികം പേരെ കിട്ടില്ല. അപ്പോൾ ജയകുമാർ സാറിൻ്റെ അടുത്താണെങ്കിൽ പോലും നമുക്ക് പോയിട്ട് തോണ്ടി ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ സാർ ഇടയ്ക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടാണ് ഞങ്ങൾ സാറിനെ കാണുമ്പോൾ ചോദിക്കുന്നത്. ശരിക്കും അതിനകത്ത് കയറുന്ന ഒരു അനുഭവം ഇല്ലേ, അതൊരു പുതിയ അനുഭവം തന്നെയല്ലേ? അത് വേറൊരു സ്ഥലത്തും കിട്ടില്ലല്ലോ. ആദ്യമായിട്ട് കയറുമ്പോൾ നമുക്ക് ചെറിയൊരു ക്ലോസ്ട്രോഫോബിയ പോലെ അടിയിലല്ലേ, നിവർന്ന് നിൽക്കാക്കൂല. കുനിഞ്ഞ് 5 അടി പൊക്കമൊക്കെ ഉള്ളൂ. പിന്നെ ഇപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് പിന്നെ ഇപ്പോൾ ആ വോൾട്ടിൽ തന്നെ 2 ലെയറായിട്ടാണല്ലോ. അപ്പം മുകളിലും താഴെയായിട്ട് വെച്ചിരിക്കുക. ബോക്സിലാക്കി ഇപ്പോൾ എല്ലാം മറ്റേ നൈട്രജനൊക്കെ ഫില്ല് ചെയ്ത് കേടുപാട് വരാതിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുക. ഇനിയിപ്പോൾ അത് അതേ ശോഭയിൽ തന്നെ ഇരിക്കും. പേൾസാണ് കളർ മാറുന്നത്. രത്നങ്ങൾ പിന്നെ വലിയ കുഴപ്പമില്ലാതിരിക്കുന്നുണ്ട്. പിന്നെ ലൂസാവുന്നതൊക്കെ ചിലപ്പോൾ പൊട്ടി താഴെ വീഴ ചാൻസ് ഉണ്ട്, നമ്മളെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കുമ്പോഴേ. അതിപ്പം എന്തെങ്കിലും അറിയാതെ തന്നെ ഒരു കല്ല് പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നാളെ വലിയ വാർത്തയാകും. കല്ല് കാണാനില്ല, ഇത്രയും സെക്യൂരിറ്റി ഉള്ള അടുത്തൊരു കല്ല്. അതിൻ്റെ അകത്ത് തന്നെ കാണുന്ന സാധനമാണ്, നോക്കിയെടുക്കണം. അതിൻ്റെ അകത്ത് തന്നെ കാണും. ഇത് വെളിയിലൊന്നും ഒരിക്കലും ആരും കൊണ്ടുപോകുന്ന എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ ഒരു ശോഭയുണ്ട്. നമ്മൾ ഈ കഥകളിൽ മാത്രം വായിച്ചിട്ടുള്ളതാണ്, പഴയകാല കഥകളിലും ഒക്കെ വായിച്ചിട്ടുള്ള ഇത് കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടോ ശബ്ദത്തിൽ? ചില സാധനങ്ങൾ കാണുമ്പോൾ അതിൻ്റെ ഒരു ശില്പിയുടെ, അത് ചെയ്ത ആളുടെ ആ ഒരു കഴിവ്. ഫോർ എക്സാമ്പിൾ ചെറിയ കിരീടങ്ങളൊക്കെ ഉണ്ട്. കിരീടമൊക്കെ ആണെങ്കിൽ ഫുൾ സ്റ്റോൺസ് ആണ്, ജെംസ് ആണ്. അപ്പോൾ അതിൻ്റെ ആ ഡിസൈൻസും എങ്ങനെ ഓരോ കളേഴ്സ് അവർ മിക്സ് ചെയ്തിരിക്കുന്നു, വർക്ക്മാൻ സ്പിരിറ്റ് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്വർണ്ണ തേങ്ങയുണ്ട്. ഏതോ ഒരു ന്യൂസിൽ പറഞ്ഞ 5 കിലോ വലിപ്പമുള്ള സ്വർണ്ണ തേങ്ങയുണ്ട്. ചെറിയ സാധാരണ തേങ്ങ തന്നെ. അത് നമ്മൾ പിടിക്കുകയാണെങ്കിൽ ഫ്ലിംസിയാണ്, പ്യുവർ ഗോൾഡ് ആയതുകൊണ്ട് ബലമില്ല. പിടിക്കുമ്പോൾ ശകലം
ബലം കുറവാണ്, ഫുൾ ഗോൾഡാണ്. തുറക്കാം, തുറന്ന് 2 പീസായിട്ട് ഇങ്ങനെ കാണാൻ തിരിച്ചത് തിരിക്കും വെക്കാം. ഓ അങ്ങനെയാണ്. അങ്ങനെയാണ്. അപ്പം തേങ്ങയുടെ ഷേപ്പിൽ തന്നെ അങ്ങനെ ഷേപ്പിൽ തന്നെ അകം പിന്നെ ഗോൾഡ് പോലെയാണ്. പുറമേ ഒരു സ്വർണ്ണ തേങ്ങ എന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ട് എനിക്കൊന്ന് വിഷുവിനെ വല്ലതൊക്കെ കണി വെച്ചിരുന്നായിരുന്നിരിക്കണം, അറിയില്ല. അല്ല ഇതൊക്കെ തേടി പോവില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതൊക്കെ എങ്ങനെയായിരിക്കും നമുക്ക് അറിയില്ല. ഇപ്പൊ പലതരത്തിലുള്ള ചരിത്രം അന്വേഷിച്ച് പോകാൻ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അപ്പൊ അമ്മയുടെ അടുത്ത് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. പണ്ട് പക്ഷേ ചിത്രതിരുനാളിന്റെ കൂടെ നടക്കുന്ന സമയത്ത് എല്ലായിടത്തും പോകുമ്പോൾ ഇതെന്താ അതെന്താന്ന് ചോദിച്ചിട്ടില്ല. ഇല്ല, ഞങ്ങൾ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ കൂടെ അമ്പലത്തിൽ പോയിട്ടില്ല. അദ്ദേഹം വല്യമ്പരാനാകുമ്പോൾ ഒറ്റയ്ക്കേ പോകാൻ പാടുള്ളൂ. ഓ, ഞങ്ങളുടെ കൂടെ പോകാം. ശിവയിലേക്ക് നടക്കുമ്പോഴും അദ്ദേഹം ഏറ്റവും മുമ്പേ എടുക്കും വാളും പിടിച്ച്. ഓ, നമ്മൾ പുറകെ നടക്കുക. അമ്പലത്തിൽ നിന്നൊരു ഇതെന്താ അങ്ങനെ ചോദിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടില്ല. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഈ മുറി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു പ്രത്യേകിച്ചൊന്നും നമ്മളങ്ങനെ കുട്ടിക്കാലത്ത് ഞാൻ ചുമ്മാ വെച്ചിട്ട് ഈ അഴിയൊക്കെ ഇട്ടത് എന്താ ജയിലാണോ എന്നൊക്കെ ചുമ്മാ അഴി ഇതെന്താന്നൊക്കെ പണ്ട് വിചാരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നിലവറയാണോ എല്ലാവരെയാണോ നമുക്കൊന്നും സ്വപ്നത്തെ പോലും ചിന്തിച്ചിട്ടില്ല. ഈ അമ്മാവനുമായിട്ടുള്ള ഈ കണക്ഷൻ എങ്ങനെയായിരുന്നു ശരിക്കും? ഒരു ഭയങ്കര ഒരു ഇപ്പം ശരിക്കും ഈ അമ്മാവനാണല്ലോ നിങ്ങളുടെ വല്യമ്മാവനാണ് പ്രധാനപ്പെട്ട റോളുകളിലുള്ള ഒരാളാണ്. അച്ഛനെക്കാളും ഒരുപക്ഷെ കൂടുതൽ ഇന്റിമസി ഉണ്ടാവാം. കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരാളെന്നുള്ള രീതിയിൽ നമ്മളെ പുള്ളിയായിരിക്കുമല്ലോ ശ്രദ്ധിക്കുന്നത്. കാരണം എല്ലാവരുടെയും കേന്ദ്ര കഥാപാത്രമായിരിക്കുമല്ലോ. അപ്പം അത്തരത്തിലൊരു കമ്മ്യൂണിക്കേഷനൊക്കെ എങ്ങനെയായിരുന്നു കുട്ടിയായിരിക്കുമ്പോൾ? ഞങ്ങൾ ക്ലോസ് ആയിരുന്നു. അദ്ദേഹം എന്നും ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് കഥയൊക്കെ പറഞ്ഞു തരും. ചിലപ്പോൾ രാമായണം, പുരാണം കഥ, ചിലപ്പോൾ ഈ ഫോറിൻ കൺട്രീസിലെ ഓരോ എനിക്ക് തോന്നുന്ന നോവൽസിൻ്റെ കഥ ഒരുപാട് വായിച്ച ആളായതുകൊണ്ട് അദ്ദേഹത്തിന് നോളേജ് ഭയങ്കരമായിരുന്നു. എല്ലാ രാജ്യത്തെ പറ്റിയും നല്ല അറിവായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസം ഓരോ കഥകളൊക്കെ പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു മുറിയുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 ബ്രദേഴ്സും ചേച്ചി ഒക്കെ ഞങ്ങൾ 3 പേരും ഇങ്ങനെ ആ ഒരു മെത്തയിൽ ഇങ്ങനെ കമന്ന് കിടക്കും. എന്നിട്ട് അദ്ദേഹം കഥ പറഞ്ഞു തരും ഒരു ഹാഫ് ആൻ അവർ. എന്നിട്ട് ഞങ്ങൾ പോകും. ഈ കഥയുടെ കാര്യം പറയുമ്പോൾ ചിത്രതിരുനാളിൻ്റെ കഥ നമുക്കിപ്പോഴും നറേറ്റ് ചെയ്യാൻ ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ 2 തമ്പുരാട്ടിമാരെയും ദത്തെടുക്കുന്നു. അതിൽ ആദ്യം പ്രസവിക്കുന്ന ആളുടെ ആദ്യം പ്രസവിക്കുന്ന ആളുടെ മകനാണ് ഭരിക്കാൻ പോകുന്നത്. അതിന്റെ ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള അവസ്ഥ, ആ കഥ ശരിക്കും അങ്ങനെ ഞങ്ങൾ ചോദിച്ചിട്ടില്ല. ഞങ്ങൾ കുറച്ചുകൂടെ കുട്ടിയായിരുന്നു. അപ്പോൾ ചരിത്രം അത്രയ്ക്ക് ഞങ്ങൾ പഠിച്ചിട്ടില്ലായിരുന്നു ആ കാലത്ത്. ഇനി സ്കൂളിലൊക്കെ പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ ടെമ്പിൾ എൻട്രി ഇതൊക്കെ വരുമ്പോൾ അപ്പോൾ ഇത് അമ്മാവൻ്റെ കാര്യമല്ലേ ഈ ബുക്കിൽ പറയുന്നത്, അമ്മാവൻ അങ്ങനെ പറഞ്ഞപ്പോഴാണ് കൂടുതൽ മഹത്വം. അപ്പോഴാണ് ഇമ്പോർട്ടൻസ് ഇവിടെ കാണുമ്പോൾ നമ്മുടെ സ്വന്തം അമ്മാവൻ വെളിയിലൊരു പഠിക്കാനൊരു കെട്ടിക്ക് അങ്ങനത്തെ ആ ഒരു മൈൻഡ് വരുമ്പോഴാണ് അദ്ദേഹം ആരായിരുന്നു, എന്തൊക്കെ നമ്മുടെ നാട്ടിന് വേണ്ടി ചെയ്തിട്ടുണ്ട്, അങ്ങനെ അപ്പോഴാണ് കുറച്ചുകൂടെ മനസ്സിലായത്. പിന്നെ ശ്രീത്ര മെഡിക്കൽ സെൻറ്റർ ആണെങ്കിൽ പോലും വല്യമ്മയാണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പേരിടണമെന്ന് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ വല്യമ്മ പറഞ്ഞു ഒരു അമ്മയുടെ ആശയാണ് പേരിടണം എന്ന് പറഞ്ഞാണ്. അദ്ദേഹം പറഞ്ഞു പൈസ ഞാൻ തരാം, പക്ഷെ എൻ്റെ പേരിടണമെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. അദ്ദേഹം ഇടണ്ടെന്ന് പറയാതെ മുറി വെളിയിറങ്ങി പോയപ്പോൾ ഇട്ടു. ഇപ്പോഴും നമ്മൾ പറയുന്ന പേരുകൾ ഏഷ്യയിൽ തന്നെ ഫോർത്ത് റാങ്കിങ്ങോ മറ്റാണ് ശ്രീത്ര. നന്നായി നടക്കുന്ന ഒരു സ്ഥാപനമാണ്, വലിയ കുഴപ്പമില്ല. ഇപ്പൊ എക്സ്പാൻഷനൊക്കെ നടന്നു, പുതിയ ബ്ലോക്ക് ഒക്കെ തുറന്നു. നമ്മൾ ജനാധിപത്യത്തിലേക്ക് വന്നതിന് ശേഷം സ്കൂളിലൊക്കെ പോകുന്ന സമയത്തും വളരെ സിമ്പിളായിട്ടുള്ളൊരു ലൈഫായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഇവിടുന്ന് കാറിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ സുഹൃത്തുക്കളെ കൊണ്ടുവരാൻ കഴിയുന്ന രീതിയിൽ ഇവിടുന്ന് കാറിൽ പോകും, ഉച്ചയ്ക്ക് തിരിച്ച് ഊണ് കഴിക്കാൻ വരും, വീണ്ടും തിരിച്ച് ഊണ് കഴിഞ്ഞ് അങ്ങോട്ട് പോകും, തിരിച്ചു വരുമ്പോൾ സുഹൃത്തുക്കൾ വരും. അപ്പോൾ എല്ലാവരുമായിട്ട് കമ്പനി ഉണ്ടായിരുന്നു. ആ കമ്പനി ഉള്ളവരൊക്കെ ഇപ്പോഴും എനിക്കൊന്ന് 12 പേരെ മറ്റു അംബാസഡർ കാറ് കയറുമായിരുന്നു. അവസാനം എനിക്കിരിക്കാൻ സ്ഥലമില്ല. എല്ലാവരും ചെറിയ വഴിയിലൊക്കെ കുറച്ച് ഇറങ്ങി എന്തായാലും പോയ 3-4 പേരായിട്ട് ഇപ്പോഴും നല്ല കോൺടാക്ട് ഉണ്ട്, കണക്ഷൻ ഉണ്ട്. ഇപ്പോഴും ഒരു ട്രോളർ ഉണ്ടോ പഴയത് പറഞ്ഞിട്ട്? പഴയ തമാശയൊക്കെ പറയാറുണ്ട്, പണ്ട് സ്കൂളിലെ കാര്യങ്ങളും. പിന്നെ ഇടയ്ക്ക് ഞങ്ങളെല്ലാം കൂടെ പഴയ സ്കൂളിൽ പോയിരുന്നു. ഞാൻ പഠിച്ച ഇവിടെ വിദ്യാധിരാജ സ്കൂളിലാണ്. അപ്പോൾ அவங்க ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഗ്രൂപ്പ് ഗെറ്റ് ടുഗദറും, അപ്പോൾ പഴയ ഓരോരുത്തരുടെ കഥകളും തമാശയൊക്കെ ഉണ്ട്. എനിക്ക് പഴയ 2-3 ടീച്ചർമാരെയൊക്കെ വിളിച്ചിരുന്നു, ആദരിക്കലൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഒരു ടീച്ചർ ഞാൻ കൊട്ടാരത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്താലും എന്നെ അടിക്കില്ല. അപ്പോൾ മറ്റേ പിള്ളേരൊക്കെ അതൊന്നും പറ്റില്ല, അപ്പോൾ വേണമെന്ന് വെച്ചാൽ ഹോംവർക്ക് എഴുതാതെ പോകും, ടീച്ചർ എന്തായാലും അടിക്കില്ല. അപ്പോൾ അത്തരം പ്രിവിലേജ് ഉപയോഗിച്ചിട്ടുണ്ട്. ഉണ്ട്, അത് ടീച്ചറായിട്ട് നന്ന് പ്രിവിലേജാ. എന്നാലും വടികൊണ്ട് അടിയൊക്കെ ഉണ്ട്, അത്യാവശ്യം അടിയൊക്കെ ഉണ്ട്. ആ കാലഘട്ടത്തിൽ തമാശ പറയും പോലെ ഇപ്പോൾ അവർ കാണുമ്പോൾ കളിയാക്കി രായാവെന്നൊക്കെ വിളിക്കുമോ? ഇപ്പോഴും പക്ഷേ അവർ വിളിക്കാറുണ്ട്. ഇപ്പോഴും പക്ഷേ
കുറച്ചുകൂടെ യങ്ങർ ജനറേഷനാണ് വിളിക്കുന്നത്. ഇപ്പോൾ കുട്ടികളെ കോളേജിൽ കൊണ്ടുപോകുമ്പോൾ ഈ വണ്ടിയുടെ ഇതുള്ളതുകൊണ്ടാണ് കുട്ടികളെ കോളേജിൽ കൊണ്ടുപോകുമ്പോൾ മിക്കവാറും ആൾക്കാർ ടാറ്റയൊക്കെ പറയും. ഒരു സ്നേഹമാണ്. ആ സ്നേഹം ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള യങ്ങറായിട്ടുള്ള ആദിത്യനാണ്. കാരണം ബാക്കിയുള്ളവരൊക്കെ കുറച്ചുകൂടെ ഉള്ളിലായിരുന്നിരിക്കാം, പുറത്തിറങ്ങിയ ആൾക്കാരോട് അത്തരത്തിൽ മിങ്കിൾ ചെയ്യും. ഒരു മിങ്കിള് കുറവായിരുന്നിരിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞ ഈ നേരത്തെ പോലെ ഈ കാറിന്റെ വീഡിയോയും പിന്നെ നേരത്തെ പോലെ കൊട്ടാരത്തിന്റെ 2-3 വീഡിയോയും കേട്ട് ആൾക്കാർക്ക് എന്താ ഒരു ചില ആൾക്കാർ പറയുന്നത് എല്ലാവർക്കും അങ്ങ് ഇഷ്ടമായി. എന്തോ എന്നെ എല്ലാവർക്കും ഇഷ്ടം. അല്ല, പണ്ട് ഇവിടെ വന്ന എല്ലാവരും പൊതുജനങ്ങൾക്ക് കാണാൻ പറ്റുന്ന ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ? പണ്ട് മഹാരാജന്റെ പിറന്നാളിൻ്റെ ആൾക്കാർ ചിലപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. എനിക്ക് അദ്ദേഹത്തിന്റെ ലാസ്റ്റ് പിറന്നാളിനാണെന്ന് തോന്നുന്നു, തുലാവർഷം സമയത്താണ്. ഞങ്ങളിവിടെ ബാൽക്കണി നിന്നപ്പോൾ ഗേറ്റ് തൊട്ട് ഇതുവരെ ക്യൂ ആയിരുന്നു ആൾക്കാർ അദ്ദേഹത്തിനെ കാണാൻ. ഫുൾ ആൾക്ക് മഴയത്ത് നനഞ്ഞ് ഇങ്ങനെ വന്ന് കണ്ട് വിഷ് ചെയ്തിട്ട് പോയി. എനിക്ക് 1990 മറ്റോ 90-ഓ 89-ഓ 90-ഓ. അല്ല, സ്ത്രീകൾക്ക് കുറച്ചുകൂടെ പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ചിത്രേരനാടിന്റെ കാലഘട്ടത്തിൽ തന്നെ ഈ പറയുന്ന 2 തമ്പുരാട്ടിമാർക്കും ഒരു സ്പേസ് ഉണ്ടായിരുന്ന സ്ഥലത്താണ്. അപ്പം തിരുവിതാംകൂറിന് അങ്ങനെ ഒരു ചരിത്രവും കൂടെ ഉണ്ട്. എല്ലാവരെയും ബഹുമാനിക്കാനുള്ള ഒരു അവസ്ഥയും കൂടെ ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണോ? ഇല്ല, അങ്ങനത്തെ ഒരു വലിയ ഡിസ്കഷൻ ഇല്ല. അമ്മയ്ക്കാണെങ്കിൽ എഴുത്തും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ വലിയ എഴുത്തൊന്നുമില്ല, വായനയും കുറവാണെന്നുണ്ടെങ്കിൽ പറയാം. വല്യമ്മ അമ്മ അവര് രണ്ടുപേരും അന്നത്തെ എന്താണ് BA MA, എനിക്കൊന്ന് BA ആണെന്ന് തോന്നുന്നു, BA എക്കണോമിക്സും. വല്യമ്മ അതുപോലെ നല്ല ഇതായിരുന്നു. ഞാൻ പിന്നെ BCom എടുത്ത്. ലിറ്ററേച്ചറും ഹിസ്റ്ററിയുമായിട്ട് ഞാൻ വായന നേരത്തെ പറഞ്ഞ പോലെ പുറമോട്ടാണ്. യാത്രയാണ് കൂടുതൽ. വായിച്ച് മനസ്സിലാക്കാൻ കണ്ട് മനസ്സിലാക്കാം. അതെ അതെ, യാത്രയുടെ അനുഭവങ്ങളാണ്. അതെ, ആഫ്രിക്കയിൽ പോയി. ഇപ്പൊ എത്ര രാജ്യങ്ങളായിട്ടുണ്ടാവും? പോവാത്തത് വേണമെങ്കിൽ പറഞ്ഞുതരാം. അതാണ് എളുപ്പം. പോവാത്തത് അമേരിക്ക പോയിട്ടില്ല. അമേരിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക ഒന്നും പോയിട്ടില്ല. ചൈന വരെ പോയിട്ടുണ്ട്. ചൈന, ജപ്പാൻ, ഹോങ്കോങ് ഇവിടെയൊക്കെ പോയിട്ടുണ്ട്. റഷ്യ പോയിട്ടില്ല. ചൈന പോയപ്പോൾ എന്താ കഴിച്ചേ? ചൈനയിൽ പോയപ്പോൾ അന്ന് ഞാൻ 1990-ലാണ് പോയത്. അന്ന് നമ്മുടെ ഇദ്ദേഹം ഉണ്ടായിരുന്നു അംബാസഡർ, KPS മേനോൻ സാറായിരുന്നു അംബാസഡർ. അപ്പോൾ അദ്ദേഹത്തിന് കൂടെ താമസിച്ചത്. അപ്പോൾ ചോറ് കുളിച്ച് ഇഡ്ഡലിയെല്ലാം കിട്ടും, അല്ലെങ്കിൽ പെട്ടുപോയാൽ. പക്ഷേ അവിടെ 1990-ലാണെന്ന് തോന്നുന്നു, അതോ 88-89-ൽ അന്ന് ഇലക്ട്രിക് ബസ്സും ഇലക്ട്രിക് സൈക്കിളും ഇലക്ട്രിക് കാറുമായിരുന്നു. അവര് ജപ്പാനെ പോലെ പിടിച്ചത്. മാക്സിമം ആൾക്കാരും സൈക്കിളിലാണ്. അതെ, അന്ന് തന്നെ ഇലക്ട്രിക് ബസ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ മുകളിൽ ഇത് വെച്ചിട്ട് പൊല്യൂഷൻ അവർ അന്നേ വളരെ സ്ട്രിക്റ്റ് ആയിട്ട്. നമ്മൾ ചൈനയെ പറ്റി പറഞ്ഞാലും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ എന്താ കണ്ടുപിടുത്തങ്ങൾ ഇപ്പോൾ ചൈനയിലെ. പിന്നെ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്ന ചൈന മാനുഫാക്ചർ ചെയ്തിട്ട് മറ്റു രാജ്യങ്ങളിലെ ലേബിൾ അവർ വിൽക്കുന്നു എന്നാണ് കേൾക്കുന്നത്. അതെ, ഐഫോൺ പോലും ചൈനയിൽ ആണെന്നാണ് കേട്ടത്. അതെ, അപ്പം ആള് ജപ്പാനാണെന്ന് പറയുമ്പോൾ ആള് ചൈന നമ്മൾ ഇനി പറയേണ്ടി വരും. ശരിക്കും എല്ലാ രാജ്യങ്ങളും ഒന്നിച്ചിരുന്നെങ്കിൽ നമ്മുടെ ലോകം എവിടെ നിന്നാണ്. അതെ 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 അതെ. ഇപ്പോൾ അത്തരം കോൺസെപ്റ്റ്സ് സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഇടയ്ക്ക് യുദ്ധത്തിനെതിരായിട്ട് 1-2 പേരൊക്കെ സംസാരിച്ചപ്പോൾ അത് പൊളിറ്റിക്കലി കണ്ടിട്ട് യുദ്ധത്തിനെതിരെ സംസാരിക്കുന്ന മോശമാണ്, രാജ്യസ്നേഹത്തിനെതിരാണെന്നൊക്കെ പറയുമ്പോൾ എവിടെ ഇപ്പോൾ ഇന്ത്യ നമ്മൾ പെഹൽഗാം ആക്രമണത്തെ സംബന്ധിച്ച് സംസാരിക്കുന്ന സമയത്ത് മേജർ വ്യൂ ഒക്കെ യുദ്ധത്തിനെതിരായിട്ട് സംസാരിച്ചു. അത് നമുക്ക് അറ്റാക്ക് തിരിച്ചെന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം, പക്ഷേ യുദ്ധം ഉണ്ടാവുന്ന ഒരു സാഹചര്യം നല്ലതല്ല. പക്ഷെ നമ്മൾ മാത്രം നോക്കിയാൽ പോരല്ലോ. ഇപ്പൊ അവരിങ്ങോട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ അവര് നമ്മുടെ എന്താണ് അതിർത്തി അതിക്രമിച്ച് കയറുകയാണെങ്കിൽ നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ അത് പറ്റില്ല. പക്ഷെ എങ്കിലും നമ്മൾ ഈ ടെക്നോളജീസ് ഒക്കെ നമുക്ക് ഒരിക്കലും ആറ്റം ബോംബ് അതൊന്നും പാടില്ല. അതൊക്കെ വളരെ ലോകത്തിന് മുഴുവൻ നാശമുള്ള കാര്യമല്ലേ. കഴിയുന്ന യുദ്ധം ഒഴിവാക്കണം എന്നാണ്. പിന്നെ വേറെ വഴിയില്ലെങ്കിൽ ഇപ്പൊ ലോകത്ത് എല്ലായിടത്തും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഉക്രൈൻ, ഇറാന്, ഇസ്രായേല്, ഗാസ, മിക്കവാറും വെസ്റ്റേൺ സൈഡിൽ ഇപ്പോൾ ഒരു അത്ര പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ അല്ല. പക്ഷെ നമ്മൾ സാമ്പത്തികമായി പിന്നാക്കം പോകില്ലേ? അത് നമ്മളെല്ലാവരും ബാധിക്കില്ലേ? എല്ലാവരും ബാധിക്കുന്നതാണ്. എത്ര കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങളാണ് ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി കത്തിച്ച് കളയുന്ന കോടികളാണ്. നമുക്കതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാൻ ഒക്കില്ല. യുദ്ധം എന്ന് പറയുമ്പോഴേ അവിടെ ഇരുന്ന് അവർ ശരിക്കും ഇത് കാണുന്ന മനസ്സിലാക്കുന്ന അവരുടെ ആണ് കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നത്. നമുക്ക് പുറത്ത് നിന്ന് നമുക്ക് പറയാൻ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ ഈ ഭാരതം എന്നും സേഫ് ആയിരിക്കണം. ഭാരതത്തിനെ ആരും തൊട്ട് കളിക്കരുത്. നമ്മൾ താമസിക്കാം. അതിപ്പോൾ ഏത് ശക്തിയാണ്, ഇന്ത്യ ഷുഡ് ബി
സെക്യൂർ, ഇന്ത്യയിൽ സമാധാനമായിട്ട് ജീവിക്കുക, ഇത് ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്, ഫ്രീഡം ഓഫ് സ്പീച്ചൊക്കെ ഉണ്ട് ഇവിടെ. ഫ്രീഡം കുറച്ച് കൂടുതലാണ് സ്പീച്ചിന്, എന്നാലും അത്രയൊന്നും വേണ്ട. ആരും വേദനിപ്പിക്കാത്ത സ്പീച്ച് ആണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയ കണ്ടില്ലേ എന്തൊക്കെ ആൾക്കാരെ പറ്റി പറയുന്നത്, എന്നെ പറ്റിയുണ്ട്. അതെ അതെ ഉണ്ട് തീർച്ചയായിട്ടും. പക്ഷേ പലപ്പോഴും അതിനൊന്നും പ്രോപ്പറായിട്ട് പ്രതികരിക്കാറില്ല. ഇല്ല. അതെങ്ങനെ സ്ട്രാറ്റജി എടുക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ അവരുടെ ചിലപ്പോൾ ഈ പറയുന്ന ആളുടെ പേര് തന്നെ ആയിരിക്കില്ല അതിന്റെ പുറകിലുള്ള ആള്, വെറുതെ എന്തിനു പറയുന്നു, അവരുടെ കാഴ്ചപ്പാട് പറയുന്നു, നമ്മൾ നമ്മുടെ കാഴ്ചപ്പാട് പറയുന്നു. ഇത് ഇരുത്തം വന്നൊരു അഭിപ്രായമാണ് ഈ പറയുന്നത്. ഇത് ലോകം കണ്ടതുകൊണ്ടാണ് ഈ ഇരുത്തം വന്ന അഭിപ്രായം ഉണ്ടായിട്ടുണ്ടാവുക. അധികം വായന ഇല്ലെങ്കിലും ഈ ലോകം കാണുന്നത് കൊണ്ടായിരിക്കാമല്ലേ ഇങ്ങനെ ഒരു അഭിപ്രായം. നമ്മുടെ ആ ഒരു കൺസെപ്റ്റ് ഓഫ് ലൈഫ്, എങ്ങനെ നമ്മൾ ജീവിക്കണം, നമ്മളെ അഭിപ്രായം എന്തിനൊക്കെ പറയണം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് ഫലമുണ്ടോ, പിന്നെ അതിൻ്റെ ആ അഭിപ്രായം വെച്ച് വേറെ കുറേ പേര് പറയും, അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരും എതിർക്കുന്നവരും അവർ തമ്മിൽ അടിയാവും. വീണ്ടും ഒരു അടി ഉണ്ടാക്കണം ഉണ്ടായിരുന്ന പോരെ. ഇത് മറ്റേ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമൊന്നും അല്ലല്ലോ. ഇപ്പോൾ ഇവിടുത്തെ അംഗമായിട്ട് കൂടി ഒരു കാർ വർക്ക്ഷോപ്പിൽ ഒരു ജോലിക്കാരനാവുക, അതാര് പറഞ്ഞു? TVS അങ്ങനെ ചിന്തിച്ച എന്തുകൊണ്ടാണ്? അത് ഉത്രാടം നിന്നാണ് അദ്ദേഹം ആണ്. എനിക്ക് കുറച്ച് കാറിന് ക്രൈസ് കുട്ടിക്കാലത്തെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ റിപ്പയർ ചെയ്യാൻ അറിയാമേത് ഉത്രാടം തിരുനാൾ ശരിക്കും ചിത്ര തിരുനാൾ അനിയൻ അതാണത്തെ ഇളയരാജ. അപ്പം അദ്ദേഹം ചോദിച്ച ഡിഗ്രി കഴിഞ്ഞപ്പോൾ കാറിനെ പറ്റിയെല്ലാം പഠിക്കാൻ TVS എല്ലാം പോകുന്നതാണ്. നമ്മൾ ഇവിടെ തിരുവനന്തപുരത്തല്ല, നമുക്ക് തമിഴ്നാട് എല്ലാം അങ്ങനെയാണ്. മധുര TVS പോയത്. കാക്കി യൂണിഫോം ഇട്ടാണ് പോയത്. യൂണിഫോം ഇട്ട് കറക്റ്റ് 8 മണിക്ക് 7:55 ആകുമ്പോൾ അവിടെ എത്തും. 10:15 ഒരു ചായ, 12 മണിക്ക് ഊണ്, 1 മണിക്ക് തിരിച്ചു തരണം, 5 മണിക്ക് പോകും. അത് കുറേയൊക്കെ പഠിച്ചു. പക്ഷേ അന്നത്തെ ഇപ്പോൾ ടെക്നോളജി വണ്ടി ഇപ്പോൾ ഒന്നുമില്ല. കാലം മാറുന്നതനുസരിച്ച് അന്ന് എന്താണ് ഹൈബ്രിഡ് വണ്ടിയൊന്നുമില്ല. കംപ്ലീറ്റ് ഒന്നീ ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ, കാർബറേറ്റർ, സ്പാർക്ക് പ്ലഗ്, ഇഗ്നീഷൻ കോയിൽ. ഇപ്പോഴത്തെ വണ്ടിയിൽ ഇതൊന്നും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒക്കില്ല. ഇപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ കണക്ട് ചെയ്യുക, കമ്പ്യൂട്ടർ പറയാം എന്താ കുഴപ്പമെന്ന്. ഇപ്പോഴും എനിക്ക് തോന്നുന്നത് റിപ്പയർ അല്ല, റീപ്ലേസ്മെൻ്റ് ആണ്. പണ്ട് നമ്മൾ ഈ ലേത്തി കൊടുത്ത ഓരോ പാർട്ടായിട്ട് നമുക്ക് റിപ്പയറിങ് ഒക്കെ ഉണ്ടായിരുന്നു. എത്ര കാലം ഉണ്ടായിരുന്നു അവിടെ? ഞാനൊരു ഏകദേശം 8 മാസം. അപ്പോൾ ഒരു ജോലി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു.